10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ PSCയിൽ സുവർണാവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പറഞ്ഞ് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് കരുതിയത്. എന്നാൽ ഇന്ന് നമ്മൾ PSCയുടെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ്. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നോട്ടിഫിക്കേഷൻ ജൂലൈ 30 മുതൽ വന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ സ്റ്റോർ കീപ്പർ വേക്കൻസിയിലേക്ക് PSC ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നു. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. അപ്പോൾ അതിൽ 10ാം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അപേക്ഷ കൊടുക്കണമെങ്കിൽ നമ്മൾ PSCയിൽ 1 ടൈം രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. നമ്മളിന്ന് 3-4 അപേക്ഷകൾ ചെയ്തു കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്റർ വഴി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ആളുകൾ കാണും, ഇപ്പോൾ വർഷങ്ങളായിട്ട് PSC രജിസ്റ്റർ ചെയ്തിട്ട് ഏജ് ഓവറായി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് PSCയുടെ സൈറ്റിൽ നിന്നും എടുത്ത് മുഴുവനായിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ 086/2026 എന്നുള്ള കാറ്റഗറിയാണ്. അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേഷൻ കേരള എന്ന് പറഞ്ഞ വിഭാഗത്തിൽ സ്റ്റോർ കീപ്പറുടെ വേക്കൻസിയിലേക്കാണ് ഈ പറഞ്ഞ അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാനായി PSCയിൽ 1 ടൈം രജിസ്റ്റർ ചെയ്തവർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പണ്ട് കൊടുത്തിരുന്ന ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ റിട്രൈവ് ചെയ്ത് കറക്റ്റാക്കി വെച്ചാലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ചെയ്തതിനകത്ത് കാണാനിടയായതെന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പുതിയ അപേക്ഷ ചെയ്യുമ്പോൾ ഈ ഫോട്ടോ, ഇപ്പോഴത്തെ പുതിയ ഫോട്ടോ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലേറ്റസ്റ്റ് എടുത്ത ഫോട്ടോ ആയിരിക്കണം. അതിൻ്റെ താഴെ നിങ്ങളുടെ പേര് എങ്ങനെയാണോ നിങ്ങൾ PSCയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ പേര് തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഫോട്ടോ എടുത്ത തീയതിയും അതിൻ്റെ താഴെ കൃത്യമായിട്ട് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ കയറി നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ പുതിയതായി PSC അപേക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഉള്ള ബാക്കിയുള്ള എല്ലാ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, പിന്നെ നിങ്ങളുടെ ആധാറിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോൺ ലിങ്ക് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമെയിൽ ID-യും വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് PSCയിൽ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കഴിവതും അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ശേഷം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ PSCയുടെ എക്സാം എഴുതുക. എക്സാം എഴുതിയിട്ട് അതിൽ നിന്നായിരിക്കും സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് ചെയ്യാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരവധി സ്റ്റുഡൻസിന് ഈ പറഞ്ഞതുപോലെ PSCയുടെ ആപ്ലിക്കേഷൻ ID ചിലർക്കറിയാം, പാസ്വേഡ് ചിലർക്കറിയത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ PSCയുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. നമ്മൾ അന്ന് കൊടുത്ത ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റിട്രൈവ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം PSCയുടെ ഓഫീസിൽ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ യൂസർ ID-യും ഈ പറഞ്ഞ നിങ്ങളുടെ പാസ്വേഡും റിട്രൈവ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ 2 സ്റ്റുഡൻസിന് ഗൈഡൻസ് കൊടുക്കുകയുണ്ടായി. അവർക്ക് ഈ പറഞ്ഞ പോലെ PSCയുടെ ആപ്ലിക്കേഷൻ റിട്രൈവ് ചെയ്തെടുക്കുവാൻ സാധിച്ചു. തുടർന്ന് അവർക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം PSCയിൽ നോട്ടിഫിക്കേഷൻ കണ്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഇഷ്യൂസ് കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് വിശദമായി നോക്കിയപ്പോൾ കണ്ടതാണ്. ഇന്നെലിജിബിൾ എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ കാണിക്കും. പ്രത്യേകിച്ച് ഈ മൊബൈൽ വഴി ചെയ്യുമ്പോൾ ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. നല്ല ഹൈ സ്പീഡ് നെറ്റുള്ള ഈ പറഞ്ഞ പോലെ കോമൺ സർവീസ് സെൻറ്റർ പോലുള്ളതോ അല്ലെ അക്ഷയ പോലുള്ള സെൻറ്ററുകളിൽ പോയി നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ചെയ്യുവാൻ സാധിക്കും. കാരണം വെച്ചാൽ അവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ആധാർ സർവീസ് ഉള്ളതുകൊണ്ട്, ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലാണെങ്കിലും ആധാർ സർവീസ് ഉള്ളതുകൊണ്ട് നോർമൽ ഇൻ്റർനെറ്റ് അല്ല, ഫൈബർ നെറ്റാണ്. അപ്പോൾ അത് ഏറ്റവും മാക്സിമം ഈ ഹൈ റേറ്റ് ഉള്ള ഈ നെറ്റായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്.
സ്റ്റാറ്റിക് IP പോലുള്ള അതിനൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച ഇൻ്റർനെറ്റ് ആയിരിക്കും നമ്മുടെ സെൻറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഹൈ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ആധാർ സേവാ കേന്ദ്രം ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്ററുകളിലാണെങ്കിൽ ഒട്ടുമിക്കവാറും സൈറ്റുകൾ കിട്ടാതിരിക്കുന്ന കേസുകളും നമുക്ക് ഈ പറഞ്ഞതുപോലെ റിട്രൈവ് ചെയ്ത് ആ സൈറ്റിൽ കയറി ശരിയാക്കി നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടാത്ത വശം അധികം അതിനകത്ത് കാര്യങ്ങൾ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കണ്ട് അറിയാവുന്ന ഏതെങ്കിലും സെൻറ്ററിൽ പോയിട്ട് കൃത്യമായിട്ട് അത് ചെയ്യുവാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ID നമ്മുടെ യൂസർ IDയും പാസ്വേഡും നമ്മൾ കൃത്യമായിട്ട് അത് ഓർത്ത് വെക്കുവാൻ ശ്രമിക്കുക. പിന്നീട് എല്ലാ ആവശ്യങ്ങൾക്കും ഇത് നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വേറൊരു പ്രധാന കാര്യം എന്താണെന്നുള്ളത് ഈ ഡിസേബിൾ കാണിക്കുവാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിക്ലറേഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പം പുതിയ ആപ്ലിക്കേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതിനകത്ത് ഡിക്ലറേഷൻ കൃത്യമായിട്ട് ഒന്നുകൂടെ ഈ പറഞ്ഞ പോലെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുവാനായി നിങ്ങളുടെ PSCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ PSCയുടെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മുടെ പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഫോട്ടോ, സിഗ്നേച്ചർ എല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്നതാണ് സെക്കൻഡ് ലാസ്റ്റ് പോയിൻ്റാണ് ഈ ഡിക്ലറേഷൻ വരുന്നത്. അപ്പോൾ ആ ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡിക്ലറേഷൻ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആനുകൂല്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ ഈ മറ്റേ NCCയിലുള്ളവരാണോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ഫാദറും മദറും ഉണ്ടോ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ, ഒരു 10-14 ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് yes and no ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒട്ടുമിക്കവാറും ആപ്ലിക്കേഷൻ നമുക്ക് രണ്ടാമത് റീസബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ്റെ അവിടുന്ന് ഇന്നെലിജിബിൾ എന്നുള്ള റെഡ് മാർക്കിങ് മാറിയിട്ട് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ടൊരു ടിക്ക് വരും, അപ്ലൈ നൗ എന്ന് പറഞ്ഞു. അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ PSCയുടെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു നമ്മൾ ഡെയിലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.